ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അല്ലൂസ് ലവ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇസ്രായേലികളുടെ ഫേവറേറ്റ് ഫുഡായ ഷഷൂക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് നമ്മുടെ ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും അല്ലെങ്കിൽ പുട്ടിനും എല്ലാത്തിനുള്ള സൂപ്പർ കോമ്പിനേഷനാണ്. ഓക്കെ, ഷഷൂക്ക ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവോള, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ക്യാപ്സിക്കം, ഇവയെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം ചെറുതായിട്ട് വേണം കട്ട് ചെയ്ത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 തക്കാളിക്കയാണ്. നമുക്ക് തക്കാളിക്ക അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മിക്സിയിലിട്ടടിച്ച് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഞാൻ തക്കാളിക്ക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ തക്കാളിക്ക ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാം. പക്ഷെ അതിലും നല്ലത് ഇങ്ങനെ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമുക്ക് ഷഷൂക്ക ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഒക്കെ ജീരകം നന്നായി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും ക്യാപ്സിക്കവും ഒന്നിച്ചിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഓക്കെ, നമുക്കിതെല്ലാം ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. എന്തല്ല എൻ്റെ കളർ കോമ്പിനേഷൻ നോക്കിക്കേ, എന്ത് രസമല്ലായിരുന്നു. കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 2-3 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് നല്ല എരിവ് കുറവുള്ള മുളക് പൊടിയാണ്. എരിവ് ഉള്ള മുളക് പൊടിയാണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാകും. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു അര ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ പപ്രിക്ക ഉണ്ടെങ്കിൽ കുറച്ച് പപ്രിക്ക പൗഡർ ഇടുക, അല്ലെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടിയൊക്കെ ഇടുവാണെങ്കിൽ നല്ല കളർ കിട്ടുമല്ലോ, അതായാലും ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ തീ കുറച്ചിട്ട് വേണം നമുക്കിതെല്ലാം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകും. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി അരച്ചു വച്ചിരിക്കുന്ന തക്കാളിക്ക ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വഴറ്റിയെടുത്താലും മതിയാകും. പക്ഷെ അതിലും നല്ലത് തക്കാളിക്ക് ഇതുപോലെ ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ടൊമാറ്റോ സോസ് പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം. എന്നിട്ട് ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഇതിൻ്റെ വെള്ളം, ഇപ്പം നല്ല വെള്ളമുണ്ട്, ഈ വെള്ളം വറ്റുന്നോടം വരെ നമുക്ക് ഇത് അടുപ്പത്ത് വെക്കണം. ഇപ്പോൾ തക്കാളിക്കയുടെ വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട്. നല്ലത് കറക്റ്റായിട്ടില്ല, നമുക്കൊരു 1 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിനി മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
മുട്ട നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ഒഴിക്കരുത്. നമുക്ക് ആദ്യം ഒരു ചെറിയ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് മുട്ട നല്ലതാണോ എന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് ഒഴിക്കാം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് മുട്ട ഒന്ന് പൊട്ടിച്ചൊരു ചെറിയ ബൗളിലോട്ട് ഒഴിക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ മുട്ടയുടെ ഉണ്ണി പൊട്ടിപ്പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം ഒഴിച്ച മുട്ട ഒന്ന് പൊട്ടിപ്പോയി, സാരമില്ല, ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഓക്കെ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശശുക്ക ഇവിടെ റെഡിയാണ്. നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിന് മേളിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ശശുക്ക ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കഴിക്കുമ്പോൾ അറിയാം, നമ്മൾ നാട്ടിൽ കഴിച്ചിട്ടുണ്ടാകത്തില്ല, പക്ഷെ നമ്മൾ അപ്പത്തിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഒന്ന് കഴിച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാം, അതൊരു പ്രത്യേക നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ മനോഹരമായ വീഡിയോയുമായി ഇനിയും ഞാൻ വരുന്നതാണ്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.